ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനോട് വ്യക്തിപരമായി താങ്കളുടെ അഭിപ്രായം? അല്ല, ഞാൻ അത്തരം ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. കാരണം ഞാനതിന് മറുപടി പറയാൻ ആളല്ല. അത് അത്തരമൊരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടൊരു മറുപടിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പൊന്നാനിയിൽ ജയിക്കുമ്പോൾ എനിക്കുണ്ടായ കുറേ അനുഭവങ്ങളും രാഷ്ട്രീയമായ ആളുകളുടെ പ്രതികരണങ്ങളും അതുമായി ബന്ധപ്പെട്ട അവരുടെ നീക്കങ്ങളും ചിന്തകളും ഒക്കെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇതുപോലെ കേരളമുടനീളം ഒരു ബോധ്യങ്ങൾ ആണ് UDF-നെ ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുള്ളത്. ഞാൻ മുഖ്യമന്ത്രി ചർച്ചയിൽ MLA-മാരുടെ മനസ്സറിയാൻ വൈകിട്ടോടുകൂടി കേന്ദ്ര നിരീക്ഷകർ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. നാളെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓരോ MLA-മാരുടെയും മനസ്സിലാര് എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. എന്തായാലും പൊന്നാനി തിരിച്ചുപിടിച്ച പൊന്നാനിയുടെ നിയുക്ത MLA-യും KPCC സെക്രട്ടറിയുമായ KP നൗഷാദ് അലി നമുക്കൊപ്പം ഉണ്ട്. എന്താണ് ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് ചോദിക്കാം. നാളെ കേന്ദ്ര നിരീക്ഷകർ ഓരോരുത്തരുടെയും മനസ്സ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വലിയ തോതിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഓരോ MLA-മാരുടെയും അവരവരുടെ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുവെന്നാണ് പുറത്ത് പറയുന്നത് കേൾക്കുന്നത്. എന്താണ് ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ അങ്ങേക്ക് പറയാൻ? അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു നിയതമായൊരു പ്രൊസീജിയർ അത് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ നടക്കും. അതാണ് നിങ്ങൾ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് അത്തരം ഒരു മുഖ്യമന്ത്രി ആര് എന്നതിലൊരു ചർച്ചയിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് പരസ്യമായിട്ട്. അത് കോൺഗ്രസിൻ്റെ നിരീക്ഷകർ വരുമ്പോൾ തീർച്ചയായിട്ടും ആ അഭിപ്രായം വളരെ സുവ്യക്തമായിട്ട് രേഖപ്പെടുത്തും. അത് യുക്തിസഹമായി, അത് മെറിറ്റോറിയസായി ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനാനുപാതികമായിട്ടുള്ള പ്രൊസീജിയർ നടക്കുന്നുണ്ട്. നമ്മുടെ കോൺഗ്രസ് പ്രൊസീജിയർ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ് ടീം UDF-നെ നയിക്കുന്നു. ബൈ ഇലക്ഷനിലൊക്കെ ജയിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 above എന്ന വാക്ക് പാലിക്കുന്നു. അങ്ങനെയൊക്കെ തരത്തിൽ വരുമ്പോഴും VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യതയില്ലേ? അല്ല, ഞാൻ അങ്ങനൊരു ചോദ്യത്തിന് സ്പെസിഫിക്കായിട്ട് മറുപടി പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ UDF രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതാണ് വളരെ പ്രധാനമായിട്ട് UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ വിജയമായിട്ട് മാറിയത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിഷ്പക്ഷ പൊതുബോധം സമ്പൂർണ്ണമായിട്ട് UDF-നൊപ്പം നിന്നു. എല്ലാ പാർട്ടികളും വലിയ വിജയമാണ് നേടിയത്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജോസഫ് ഗ്രൂപ്പ്, RSP, മറ്റ് സ്വതന്ത്രമൊക്കെ നല്ല നിലയിൽ വലിയ മുന്നേറ്റമുണ്ടായി. അതിന് പിന്നിൽ കൃത്യമായിട്ടൊരു UDF-ന് അപ്പുറത്തു നിന്നുള്ളൊരു നിഷ്പക്ഷ പൊതുബോധം, അത് എങ്ങോട്ടും ചാഞ്ചാടുന്ന വോട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും അത് LDF-നൊപ്പമായിരുന്നു, അത് UDF-നൊപ്പം വന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ ഒരു UDF ഉണ്ടാക്കിയ മുന്നേറ്റം. അത് വളരെ കൃത്യമായിരുന്നു. കൃഷിയായാലും വ്യവസായമാണെങ്കിലും ആരോഗ്യം, വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങളിലൊക്കെ മാസങ്ങൾ നീണ്ട പഠനങ്ങൾ സബ്ജക്റ്റ് എക്സ്പേർട്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായ വിനിമയങ്ങളൊക്കെ നടത്തി കൃത്യമായ മാർഗരേഖകൾ കേരളത്തിന് മുമ്പാകെ അവതരിപ്പിച്ച് നാളത്തെ കേരളം എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനകൾ ലഭ്യമാക്കിയാണ് പോയത്. അത് നിഷ്പക്ഷ പൊതുബോധത്തെയും പുതിയ തലമുറ വോട്ടർമാരെയും ധാരാളമായിട്ട് ആകർഷിച്ചു. അതായത് VD-യുടെ ഒരു നേതൃത്വം മാത്രമല്ല എന്നാണ് പറയുന്നത്. അല്ല, അത് UDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. തീർച്ചയായിട്ടും ചെയർമാൻ UDF-ൻ്റെത് പ്രതിപക്ഷ നേതാവാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ കാര്യങ്ങളൊക്കെ നടന്നത്. അതിനൊരു പാറശാല മുതൽ മഞ്ചേശ്വരം വരെ അതിനൊരു വോട്ടുണ്ടായിട്ടുണ്ട്. ആ വോട്ടിൻ്റെ വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടായിട്ടുണ്ട്. അതൊരു പൊതുബോധത്തിന് ബോധ്യമായ ഒരു കാര്യമാണ്. അതായത് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. പക്ഷേ അതുകൊണ്ട് തന്നെ ആരും മത്സരരംഗത്ത് ഉണ്ടായിരുന്നുമില്ല. പക്ഷേ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിനോട് വ്യക്തിപരമായി താങ്കളുടെ അഭിപ്രായം? അല്ല, ഞാൻ അത്തരം ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. കാരണം ഞാനതിന് മറുപടി പറയാൻ ആളല്ല. അത് അത്തരമൊരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടൊരു മറുപടിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പൊന്നാനിയിൽ ജയിക്കുമ്പോൾ എനിക്കുണ്ടായ കുറേ അനുഭവങ്ങളും രാഷ്ട്രീയമായ ആളുകളുടെ പ്രതികരണങ്ങളും അതുമായി ബന്ധപ്പെട്ട അവരുടെ നീക്കങ്ങളും ചിന്തകളും ഒക്കെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇതുപോലെ കേരളമുടനീളം ഒരു ബോധ്യങ്ങൾ ആണ് UDF-നെ ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുള്ളത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം മാത്രമേ പറയുള്ളൂ. അല്ലാതെ ഈ മുഖ്യമന്ത്രി പദവിയും നിങ്ങൾ കോൺഗ്രസിലും മറ്റ് പൊളിറ്റിക്സും ഒന്നും ചോദിച്ചാൽ അത് പരസ്യമായിട്ട് പറയാൻ ഞാൻ ആളല്ല. ശക്തനെ പോലുള്ള ആളുകൾ പരസ്യമായി VD സതീശനെ പിന്തുണച്ച് രംഗത്തെത്തുന്നുണ്ട്. അത് എനിക്കറിയില്ല. അത് പിന്നെ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അതങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അവരുടെ അഭിപ്രായം പറയുന്നു. അവർ മുഖ്യമന്ത്രി ചർച്ചയിൽ VD-ക്കൊപ്പം നിലപാടാണ് പുറത്തു വരുന്നത്.
അല്ല, അതിൽ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലീഗിൻ്റെ ചരിത്രം അറിയാവുന്നവർക്കൊന്നും മുസ്ലിം ലീഗിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് അത് പുതുമയുള്ള കാര്യമല്ല. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് റെഫറൻസുകളുണ്ട്. സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ തകർന്ന 69-ൽ അച്യുതമേനോ മുഖ്യമന്ത്രിയാവുന്നത് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വലിയ ഇടപെടലോടുകൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇടപെടൽ, അദ്ദേഹം ഒറ്റക്കൽ ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ 70-ൽ അന്ന് പിന്നെ രണ്ടാമത്തെ കക്ഷിയായിരുന്നു CPI. അപ്പോഴും അച്യുതമേനോ മുഖ്യമന്ത്രിയാവുമ്പോൾ ബാഫഖി തങ്ങളും പൂക്കോയത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ മുമ്പ് അത്തരം ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. 95-ൽ കെ കരുണാകരൻ പിന്നെ മാറി AK ആൻ്റണി മുഖ്യമന്ത്രിയാവുമ്പോഴും ലീഗ് ഒരു നിലപാടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഗിന് നിലപാടുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ട്.